വിശ്വാസിക്കൊരിക്കലും ആത്മഹത്യ ചെയ്യാൻ കഴിയുകയില്ല. കാരണം അവൻ്റെ മുന്നിൽ എന്നും പ്രതീക്ഷകളുണ്ട്. ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അത് അള്ളാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുന്നവന് തന്നെ ഒരിക്കലും ആ പ്രയാസങ്ങളുടെ പേരിൽ ദൈവനിശ്ചയത്തിനെതിരായി വരിക എന്ന് പറയുന്ന ഒരു പ്രവർത്തനം അവനിൽ നിന്നുണ്ടാവുകയില്ല. മറ്റൊന്ന്, മുഅ്മിനായ മനുഷ്യൻ വിശ്വസിക്കുന്നത് മരിക്കുന്നതോടുകൂടി പിന്നെ അവൻ്റെ ജീവിതം മറ്റൊരു ലോകത്തേക്ക് കടക്കുകയാണ്. അവിടെയാണെങ്കിലോ അന്ത്യമില്ല, അവിടെ അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. നിങ്ങൾക്കൊരിക്കലും കൊല്ലാൻ അവകാശമില്ല. നിങ്ങളെ കൊല്ലാൻ നിങ്ങൾക്കൊരിക്കലും അവകാശമില്ല. മറ്റുള്ളവരെ കൊല്ലാൻ ചിലപ്പോൾ ഒരു ഭരണകൂടം നിങ്ങളെ ഏൽപ്പിച്ചത് ഒരു കുറ്റവാളിയെ കൊല ചെയ്തവനെ കൊല്ലാൻ വേണ്ടിയാണെങ്കിൽ, അതുപോലെയുള്ള ഒരു സാഹചര്യത്തിൽ, അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അല്ലാതെ ഒരിക്കലും തന്നെ ഒരാളും ഒരു നഫ്സിനെയും കൊല്ലാൻ പാടില്ല എന്നാണ്. വലാ തഖ്തുലു അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ഒരിക്കലും കൊല്ലരുത്. ഇന്നല്ലാഹ കാന ബിക്കും റഹീമ. അല്ലാഹു തആല നിങ്ങൾക്ക് നൽകുന്നതെല്ലാം കാരുണ്യമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാവുകയില്ല. ശക്തമായ വേദനകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിനേക്കാളും വലിയ വേദനകളിൽ നിന്നുള്ളൊരു മോചനമായിരിക്കാം അത്.